ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലുള്ള പഴയ ഫാനുകൾ നമുക്ക് എങ്ങനെ പുതിയ BDLC ഫാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ മൂന്നാമത്തെ BDLC ഫാനാണ് നമ്മൾ മേടിക്കുന്നത്. ഇതിന് മുന്നുള്ള 2 ഫാനുകളും നമ്മൾ വേറെ കമ്പനികളുടെ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീഡ്ബാക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി ക്യാബിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഇതിൽ എക്സ്ചേഞ്ച് ഓഫറായിട്ട് നമ്മൾ പഴയ ഫാൻ കൊടുക്കുവാണെങ്കിൽ ഒരു 360 രൂപയുടെ ഒരു എക്സ്ചേഞ്ച് വാല്യൂ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചപ്പോൾ പോളി ക്യാബിൻ്റെ തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഇതിന് മുന്നത്തെ ഫാൻ നമ്മൾ യൂസ് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ക്രോംപ്ടൻ്റെയാണ്. അപ്പോൾ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിച്ചപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു നമ്പർ 2 സ്പീഡ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഫാൻ ഡയറക്റ്റ്ലി ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഇടയ്ക്ക് പല ആംഗിളിലൊക്കെ ട്രൈ ചെയ്ത് 2-3 പ്രാവശ്യമൊക്കെ പ്രസ് ചെയ്യുമ്പോഴായിരുന്നു ഈ 2 വർക്ക് ആവുള്ളായിരുന്നു സ്പീഡ്. അപ്പോൾ അതിലും വേറൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് LED ലൈറ്റൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു 2 സംഭവങ്ങൾ ഇതിലൊരു ഡ്രോബാക്ക് ആയിരുന്നു. ബാക്കി വേറെ ഇഷ്യൂസൊന്നും നമുക്ക് ഈ ക്രോംപ്ടൻ്റെ ഫാനായിട്ട് നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ വേറൊരു ഫാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംബർഗിൻ്റെ ഫാനാണ്. അപ്പോൾ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു LED ലൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി വീടുകളിൽ ഒരു ചെറിയൊരു റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫാൻ നല്ലൊരു യൂസ്ഫുൾ ആണ് ശരിക്കും. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോംപ്ടണിൽ നമുക്ക് ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ ബട്ടൺസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബീപ്പ് അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ സൗണ്ടോ ഒന്നും നമുക്കതിൽ അവൈലബിൾ ആയിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ പഴയ ഫാൻ ഒരെണ്ണം ഇപ്പോൾ എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും നമുക്ക് 2-3 കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മൾ ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ടും അവിടേക്കുള്ളത് കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ പതുക്കെ അതിൻ്റെ മറ്റേ പിന്നൊക്കെ അൺപിൻ ചെയ്തിട്ട് നമ്മളത് പതുക്കെ നമ്മളവിടെ നിന്ന് ഊരിയെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഒരു കാര്യം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് പഴയ ഫാനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എക്സ്റ്റൻഷൻ വയറാണ്. ഓക്കെ, നമ്മുടെ സീലിങ്ങിലുള്ള ഒരു പ്ലഗ് പോയിന്റിൽ നിന്ന് നമുക്ക് ഫാനിലേക്ക് കപ്പാസിറ്ററിലേക്കൊക്കെ പവർ കൊടുക്കേണ്ട നമ്മുടെ എക്സ്റ്റൻഷൻ വയർ നമുക്ക് പുതിയ ഫാനിലാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് നമ്മളുടെ പഴയ ഫാനിൽ നമ്മൾ പതുക്കെ അത് ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുകളിൽ കൂടെ നമുക്കത് വലിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫാന് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ പുതിയ പോളി ക്യാബിൻ്റെ ഫാൻ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ടൊരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3+1 ഇയേഴ്സിൻ്റെ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിലിപ്പോൾ മറ്റേ ബാക്കി ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ LED ലൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു ഓർഡർ ചെയ്തപ്പോൾ. എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അതിൻ്റെ ഒരു യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അത് ഒരു കണ്ണടയ്ക്കുകയോ ആണ് അതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ അതിനുശേഷം നമുക്കൊരു എപ്പോഴും നമ്മളൊരു ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കപ്ലിങ്സ് നമ്മൾ ആദ്യമേ നമ്മൾ ആ ഒരു പൈപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ എക്സ്റ്റൻഷൻ വയർ നമ്മൾ അത് ഈ ഹോളിൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇതിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുക. പിന്നെ ഇതിൽ നമ്മളുടെ ഈ പോളി ക്യാബിൽ ഇതിൻ്റെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളുടെ ആ എക്സ്റ്റൻഷൻ വയർ നമ്മൾ ഊരിയെടുത്ത എക്സ്റ്റൻഷൻ വയർ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താഴത്തെ ഏരിയയിലേക്കുള്ള കണക്ഷൻ എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവർ തന്നിരിക്കുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് ബോൾട്ട്, അത് നമ്മളുടെ ആ ഒരു പൈപ്പും പിന്നെ അതേപോലെ നമ്മളുടെ ആ ഒരു മോട്ടറും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ആ ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക പിന്നെ വളരെ ഫോർമലായിട്ട് കറക്റ്റായിട്ട് ആ ഇതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട്, അത് പ്രോപ്പർലി പ്ലേസ്ഡ് ആണെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫാൻ്റെ ലീഫ് നമ്മളുടെ ഇതിൽ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ നോർമലി നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുക, അതിൻ്റെ ജസ്റ്റ് സ്ക്രൂസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോ ലീഫുകളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം. ലീവെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എക്സ്റ്റൻഷൻ വയർ പുറത്തേക്ക് നമ്മൾ വലിച്ച് നീട്ടുക. പിന്നെ അതിന് ശേഷം മുകളിലത്തെ നമ്മളുടെ ഈ ഹോൾഡിങ്ങിന് വേണ്ടിയുള്ള
അവർ തന്നിരിക്കുന്ന പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പർലി യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് താഴത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിൽ ഉള്ള ഒരു ബോൾട്ട് നമ്മൾ അൺസ്ക്രൂ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഊരിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫാൻ നമുക്ക് സീലിങ്ങിൽ ഹാങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആ ഒരു സ്ക്രൂ നമ്മൾ ആദ്യം അൺസ്ക്രൂ ചെയ്ത് മാറ്റണം എന്നുണ്ട്. പിന്നെ അത് കൂടാതെ അതിൽ നമുക്കൊരു കുഷ്യനായിട്ട് അവർ തന്നിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് സാധനം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് യൂസ് ചെയ്യാം. ഇനി ഇതാണ് നമ്മളുടെ ഒരു മെയിൻ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ BDLC ഫാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു കാര്യം. കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു 3 പിൻ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നോർമലി നമ്മളുടെ ഈ ഒരു മറ്റേ റെഗുലേറ്ററിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഒരെണ്ണം വയറിലേക്കും പിന്നെ ഒരെണ്ണം സ്വിച്ചിലേക്കും കൊടുക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റെഗുലേറ്റർ വയേഴ്സും റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ലൈൻ, അതായത് നമ്മളുടെ ഈ റെഗുലേറ്ററിലേക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ വീടിൻ്റെ ലൈൻ വന്നിരിക്കുന്നത്, അത് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു സെൻറ്ററിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റെഗുലേറ്റർ നേരത്തെ കണക്ട് ചെയ്തിരുന്ന ആ സംഭവത്തിൻ്റെ ആ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫാൻ മേടിക്കുമ്പോൾ ഫാൻ്റെ കവറിലും എല്ലായിടത്തും അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്ലീസ് ബൈപ്പാസ് ദി റെഗുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം വെച്ചാൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് വിത്തൗട്ട് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നതാണ് ഫാൻ്റെ ലൈഫിനും എല്ലാത്തിനും നല്ലതെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളും അത് ആ ഒരു സെയിം അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈൻ റെഗുലേറ്ററിൻ്റെ ലൈൻ നമ്മൾ അൺപ്ലഗ് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് നമ്മൾ ആ സ്വിച്ചിലേക്ക് നമ്മളത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പഴയ ആ ഒരു റെഗുലേറ്ററിൻ്റെ ലൈൻ ഉണ്ടായിരുന്നത് നമ്മൾ ഒരു ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുന്നു എന്നുള്ളൂ. കാരണം വെച്ചാൽ അതിന് ഇനിയിപ്പോൾ ശരിക്കും വേറൊരു യൂസ് നമുക്ക് ഇല്ല പറയുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്വിച്ച് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു കണക്ഷൻ്റെ സെക്ഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു മെയിൻ ഒരു BDLC ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി നമ്മൾ സീലിങ്ങിൽ ഫാൻ ഹാങ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.